പ്രിയമുള്ളവരെ, ഇദ്ദേഹത്തിൻ്റെ പേര് സുരേഷ്. ആലുവക്കാരനാണ്. നമുക്കൊരു 6 വർഷമായിട്ട് പരിചയമുണ്ട്. എല്ലാ ജോലിക്കും പോകുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് കടൽ പണിക്കും പോകുന്നുണ്ട്, ചാലിയത്തൊക്കെ പണിക്ക് പോകും. പിന്നെ റോട്ടിൽ തന്നെയാണ് കിടത്തവും കാര്യങ്ങളൊക്കെ. 3 മക്കളുണ്ട് ഇദ്ദേഹത്തിന്. തൊണ്ടയിലൊരു മുള്ള് കുടുങ്ങിയത്, വലിയൊരു മുള്ള്. കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റൽ കൊണ്ടുപോയി. അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത്. അപ്രകാരം അവിടെ പോയ വാർഡ്ക്ക് ബ്ലഡ് വായിൽ നിന്നൊരു ഛർദ്ദിച്ച്. അങ്ങനെ ശ്വാസം കിട്ടാത്ത മാതിരിയായി. തൊണ്ടയിൽ പഴുപ്പുണ്ട്, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഓക്സിജൻ ഇടേണ്ടി വന്ന്. ഓക്സിജൻ ഇട്ടപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജിയാണ്, അറിയിക്കാനുള്ളവരൊക്കെ അറിയിക്കണം. 3-4 ദിവസം കൂടെ നിന്നൊരു ബൈസ്റ്റാൻഡറൊക്കെ കൂടെ നിർത്തി. 4-ാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ആ മുള്ളെടുത്ത് ആ ഒരു ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ആരോഗ്യമില്ലാത്തവർക്ക് ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. വലിയൊരു മുള്ളാണ്. ഈ തൊണ്ടയിൽ എങ്ങനെ കുടുങ്ങിയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എന്താ പറയുക. ഇതാണ് ആ മുള്ളിൻ്റെ വലുപ്പതാ നോക്കിയട്ടെ. ഇതാണ് മുള്ള്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ആ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടി. അദ്ദേഹത്തിന് കൂടെ തന്നെ ഒരു മകനെ പോലെ ഉണ്ടായിരുന്നു. നമ്മളൊരു ബൈസ്റ്റാൻഡർ വെച്ച് കൊടുത്ത് പുറത്തേക്കുള്ള മരുന്നും മെഡിസിനും ഡസ്റ്റിയാണ് കേട്ടോ. എന്നിട്ടും പുറത്തേക്ക് മരുന്നും ഒരാളെ ബൈസ്റ്റാൻഡർ വെച്ച് കൊടുക്കേണ്ടി വന്നു. എന്നാലും വേണ്ടില്ല, ഒരു ജീവൻ തിരിച്ചു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു മകനെ പോലെ, അല്ലെങ്കിൽ ഒരു അച്ഛനെ പോലെ, അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ പോലെ ഞങ്ങളുണ്ടാവും. ആരോഗ്യമില്ലാത്തവർക്ക് ഒരു കൈത്താങ്ങായി. ഇതൊക്കെ ഇനിയും ഒരുപാട് സംഘടനകൾ മുന്നോട്ട് വരണം ഇതിനു വേണ്ടിയിട്ട്. താങ്ക് യു. നിങ്ങളെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും ഏറ്റവും വിലപ്പെട്ടതാണ്. ദാറ്റ്സ് ഓൾ.